1896 വരെ ഇസ്രായേൽ എന്നൊരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള ചിന്തയെ ലോകത്തില്ല, ഒരു ചർച്ചയെ ലോകത്തില്ല. ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ കാണേണ്ടതായിരുന്നു, കണ്ടിട്ടില്ല. അങ്ങനെ ഒരു രാജ്യം ഇല്ലെന്ന് മാത്രമല്ല, രാജ്യ ചിന്ത പോലും 1896 വരെ. 1896 തിയോഡാർ ഹർസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഒരു ലഘുലേഖ എഴുതിയുണ്ടാക്കി. അതിൽ അദ്ദേഹം പറഞ്ഞു, ജൂതന്മാർക്ക് ലോകത്തൊരു ഭൂമിയില്ല, അവർ ലോകത്താകെ ചിതറിക്കിടക്കുകയാണ്, അവർക്കൊരു വാഗ്ദത്ത ഭൂമി വേണം. വേദഗ്രന്ഥത്തിൽ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഉണ്ടാക്കാൻ പരിശ്രമിക്കണം എന്നൊരു ചിന്ത അദ്ദേഹം തൊടുത്തുവിട്ടു. ആ ചിന്ത തൊടുത്തുവിട്ടതോടുകൂടി ജൂതന്മാർ അത് ഏറ്റുപിടിച്ചു. അടുത്ത വർഷം 1897 സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു യോഗം വിളിച്ചു. സയനിസം എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ട് അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കമിട്ടു. അന്ന് മുതൽ അവരൊരു വാഗ്ദത്ത ഭൂമി എവിടെ ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കണം എന്റെ മുമ്പിൽ ആൾക്കാർ. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഈ ചരിത്രം അറിഞ്ഞിരിക്കണം. പത്രങ്ങളൊന്നും അങ്ങനെ ആ ചരിത്രം വൃത്തിയായിട്ട് എഴുതൂല. കാരണം ഇല്ലാത്തൊരു രാജ്യം ഉണ്ടായത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ആളുകളുടെ മനസ്സിൽ മാറ്റം വരില്ല. ഇപ്പോൾ ആളുകളുടെ മുമ്പിലുള്ള ചിന്ത എന്താ? ഒരു രാജ്യത്തെ രണ്ട് രാജ്യത്തിന്റെ അവകാശികൾ തമ്മിൽ തല്ലുന്നതാണ്, ഇവർ രണ്ടുപേരും ആ നാടിന്റെ അവകാശികളാണ് എന്നൊരു ചിന്തയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ പ്രദേശം ഒരുപാട് ഭരണകൂടങ്ങൾ ഭരിച്ച പ്രദേശം. AD 634 ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഞാൻ അങ്ങനെ സാവധാനം പറയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എഴുതുന്നവർ എഴുതുകയൊക്കെ ചെയ്യാം. AD 634 ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ആ പ്രദേശം ഇസ്ലാമിനെ കീഴ്പ്പെട്ടത്. പിന്നെ ആ പ്രദേശം കുരിശുദ്ധക്കാർ തിരിച്ചു പിടിച്ചു. 90 കൊല്ലം കഴിഞ്ഞപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഇങ്ങോട്ട് തന്നെ പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അത് പിടിച്ചു തന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാക്കിയപ്പോഴും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് പിടിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ഒരക്രമം അവിടെ കാണിച്ചിട്ടില്ല. ജൂതന്മാർക്ക് പരാതി ഉണ്ടായിട്ടില്ല, ക്രിസ്ത്യാനികൾക്ക് പരാതി ഉണ്ടായിട്ടില്ല, ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. കുരിശുദ്ധക്കാർ കുറെ അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. അതിനുശേഷം ആ പ്രദേശം മംലൂക്കികൾ ഭരിച്ചു. അതിനുശേഷം ഒട്ടോമൻ ഭരണകൂടത്തിന്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് 1516 മുതൽ ഒട്ടോമൻ ഭരണകൂടത്തിന്റെ കീഴിലാണ്. ഒട്ടോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയാം, സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒട്ടോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്താണ്. ഉസ്മാൻ എന്നത് ഇംഗ്ലീഷിൽ ഓത്ത്മാൻ എഴുതി